DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടക്കുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. ആദായ നികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷ വയ്ക്കുവാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ്. അതിനാൽ ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരെണ്ണം സറണ്ടർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി നിയമം 272D വകുപ്പ് പ്രകാരം നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ പിഴ ചുമത്തുന്നതുമാണ്. അതിനാൽ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ളവർ അത് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുവാൻ പോവുകയാണ്. അതിനാൽ തന്നെ രക്ഷിതാക്കൾ കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം സ്കൂൾ തുറക്കുന്നതോടെ നിരവധി സ്കോളർഷിപ്പുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ നൽകുന്ന സ്കോളർഷിപ്പുകളുടെ തുകയെത്തുക. അതിനാൽ കുട്ടികളുടെ ആധാർ കാർഡ് ഇനിയും പുതുക്കിയിട്ടില്ലെങ്കിൽ അത് പുതുക്കുവാൻ ശ്രദ്ധിക്കുക. 5 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ ആധാർ കാർഡ് പുതുക്കണം. മാത്രമല്ല 15 വയസ്സ് കഴിഞ്ഞാലും കുട്ടിയുടെ ആധാർ കാർഡ് പുതുക്കണം. അതിനാൽ കുട്ടികളുടെ സ്കോളർഷിപ്പുകളൊക്കെ മുടങ്ങാതിരിക്കാൻ കുട്ടികളുടെ ആധാർ കാർഡുകൾ പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ആധാറിൽ മൊബൈൽ നമ്പറും ചേർക്കുവാൻ ശ്രദ്ധിക്കുക. രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ കുട്ടികളുടെ ആധാറിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, പൊതു റോഡുകളിൽ വാഹനാപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നിർദ്ദിഷ്ട ആശുപത്രികളിൽ 1.5 ലക്ഷം രൂപ വരെ അടിയന്തര ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ്. രാജ്യവ്യാപകമായി സർക്കാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ പണമടയ്ക്കാതെ അടിയന്തര ചികിത്സ ഉറപ്പാക്കും. അപകടമുണ്ടായി 7 ദിവസം വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യം. മെയ് 5 മുതലൊക്കെ പദ്ധതി നിലവിൽ വന്നു. പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രികളിലാണ് ചികിത്സ ലഭിക്കുക. മറ്റ് ആശുപത്രികളിലാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ പ്രാഥമികമായി സൗജന്യ ചികിത്സ ലഭിക്കും. തുടർന്ന് പട്ടികയിലുള്ള ആശുപത്രികളിലേക്ക് രോഗിയെ മാറ്റണം. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടിം സ്കീം 2025 എന്ന പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനവും ഇറക്കിയിട്ടുണ്ട്. അതിവേഗത്തിലുള്ളതും സൗജന്യമായതുമായ അടിയന്തര ചികിത്സ ഉറപ്പാക്കി റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പണരഹിത ചികിത്സാ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിക്ക് പ്രായം, സാമൂഹിക പശ്ചാത്തലം, വരുമാനം എന്നിവ മാനദണ്ഡമല്ല. പദ്ധതിക്കുള്ള ചിലവ് അതത് സംസ്ഥാനങ്ങളിൽ ജനറൽ ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളിൽ നിന്ന് കണ്ടെത്തും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്നറിയിച്ച 3200 രൂപയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. 26 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തുക. ശേഷം തിങ്കൾ മുതലൊക്കെയായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ഏപ്രിൽ 24 തീയതിയായിരുന്നു ധനമന്ത്രി മെയ് മാസത്തിൽ 2 ഗഡു പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നറിയിച്ചത്. മെയ് മാസത്തിലെ തനത് പെൻഷനായ 1600 രൂപയും കുടിശ്ശിക പെൻഷനായ 1600 രൂപയും ചേർത്ത് 3200 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇതോടെ ഇനി 2 കുടിശ്ശിക പെൻഷനാണ് ശേഷിക്കുന്നത്. ഇത് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നു തീർക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഈ 3200 രൂപ എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. 3200 രൂപയുടെ വിതരണമായതിനാൽ തന്നെ 400, 600, 1000 എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രവിഹിതവും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.